രീതിയിൽ പൂരി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല പൊങ്ങി വരുന്ന പൂരിയായിരിക്കും. പക്ഷേ ഇത് ഉണ്ടാക്കി നമ്മൾ എടുത്ത് കഴിഞ്ഞാൽ തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര സോഫ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടാലോ? അതിനുവേണ്ടി ഞാനിവിടെ എടുക്കുന്നത് 2 കപ്പ് ഗോതമ്പ് പൊടിക്ക് 1 കപ്പ് അളവിൽ മൈദപ്പൊടിയാണ്. ഈ ഗോതമ്പ് പൊടി പറയുന്നത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയിട്ടുള്ള പൊടിയാണ്. പിന്നെ ഞാൻ എപ്പോൾ പൊടി ഏത് പൊടിയാണെങ്കിലും ഞാനൊന്ന് അരിച്ച ശേഷം മാത്രമേ എടുക്കാറുള്ളൂ. അപ്പോൾ അത് നമ്മൾ അരിച്ച് കഴിയുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ നമ്മളെ ഈ മാവ് ഒന്ന് സോഫ്റ്റായി കിട്ടാൻ സഹായിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എപ്പോൾ എടുക്കുന്ന സമയത്ത് ഒന്ന് അരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഞാൻ ഇതേപോലെ അരിപ്പ് വെച്ചിട്ട് നല്ലപോലെ അരിച്ചെടുക്കുന്നത്. റേഷൻ കടയിൽ നിന്നുള്ള ഗോതമ്പ് പൊടിയാകുമ്പോൾ എന്തായാലും അതിൽ കുറച്ച് തരികളുണ്ടാവും. അപ്പോൾ നമ്മൾ ഈ അരിച്ചെടുക്കുമ്പോൾ അതൊന്ന് പോകാൻ സഹായിക്കും കേട്ടോ. അപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടി അതേപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ 1 കപ്പ് മൈദ ചേർക്കുന്നത്. ഗോതമ്പ് പൊടി മാത്രം വെച്ച് ഉണ്ടാക്കാം. മൈദ നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. എനിക്ക് മൈദ ഇഷ്ടമായതുകൊണ്ട് ഞാൻ മൈദ കുറച്ച് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ മൈദ ഞാൻ ഇതേപോലെ അരിച്ചെടുത്തിലേ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 സ്പൂൺ അതിൽ ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ 2 സ്പൂൺ അതിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര വേണമെങ്കിൽ ചേർത്താൽ മതി, വേണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. ഞാൻ എപ്പോഴും പൂരി ഉണ്ടാക്കുമ്പോൾ ഒരു മധുരത്തിന് വേണ്ടി പഞ്ചസാര ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മാവിൽ പഞ്ചസാരയും അതേപോലെ ഉപ്പും ഒന്ന് മിക്സായി കിട്ടുന്നവരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. ഞാൻ ഈ ഒരു കപ്പിന് 1.5 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചിട്ടാണ് അത് കുഴയ്ക്കുന്നത്. നല്ല ഒരു ചപ്പാത്തിയുടെ അത്ര ഹാർഡ് വേണ്ട, എന്നാൽ അത്ര ലൂസും വേണ്ട, ഒരു പരുവത്തിൽ വേണ്ടത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഭയങ്കര ഹാർഡായി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച പോലെ പരത്താനും അതേപോലെ പൊങ്ങി വരത്തുമില്ല. അപ്പോൾ ഒരു അത്യാവശ്യം ഒരു ഹാർഡും അല്ല ലൂസും അല്ല, ആ ഒരു രീതിയിൽ നമുക്കിത് കുഴച്ചെടുക്കാം കേട്ടോ. നല്ലപോലെ കുഴച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് നമ്മളിതൊന്ന് അടച്ച് വെക്കുക. ഒരു അരമണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അത് അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് എടുത്തിട്ട് പരത്താം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ട് എടുത്തപ്പോൾ അത് ഒന്നുകൂടെ സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് പരത്തുന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പരത്തുമ്പോൾ നമ്മൾ എങ്ങനെയാണോ പരത്തുന്നത് ആ രീതിക്ക് അനുസരിച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്ന പൂരി പൊങ്ങി വരിക എന്നുള്ളത് കേട്ടോ. ഇത് നമ്മൾ നേരായ രീതിയിൽ പരത്തിയിട്ടില്ലെങ്കിൽ ചിലപ്പോൾ അത് പൊങ്ങി വരത്തില്ല. അപ്പം ഞാൻ ഇതേപോലെ റൗണ്ട്സ് ആക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനൊരു ടേബിൾ ടോപ്പിൽ ചിലർ പൊടി ഇട്ടിട്ട് പരത്തിയെടുക്കുന്നവരുണ്ട്. ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്ന ആണെങ്കിൽ പൊടി ഇടാറില്ല. ഞാൻ അതിന് പകരം ഓയിലൊന്ന് തടവി കൊടുക്കും കേട്ടോ. നിലത്ത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് ഓയിൽ തടവി കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് ആദ്യം പരത്തിയിട്ട് പിന്നെ 4 ഭാഗത്ത് ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് തിരിച്ചിട്ട ശേഷം ഇതേപോലെ ഒന്നും കൂടെ ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണമെങ്കിൽ കട്ട് ചെയ്തെടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതേപോലെ ആക്കിയെടുക്കുക. ഞാൻ എപ്പോഴും ഒരു റൗണ്ട് ഷേപ്പ് കറക്റ്റ് കിട്ടാൻ വേണ്ടി കട്ട് ചെയ്തെടുക്കും കേട്ടോ. അപ്പം ഞാനിത് ഈ ഒരു പാത്രം വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് വട്ട ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇതേപോലെ ബാക്കിയെല്ലാം പരത്തിയെടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മളിത് ചുട്ടെടുക്കുന്ന സമയത്ത് എണ്ണ നല്ലപോലെ തന്നെ ചൂടായിട്ട് വേണം അതിലേക്ക് നമ്മൾ ഈ പൂരി ഓരോന്നും ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു മീഡിയം ലെവലൊക്കെ ചൂടാവുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ അത് പൊങ്ങി വരില്ല. നമ്മൾ ഇതേപോലെ എണ്ണയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെങ്കിൽ എണ്ണ നല്ല ചൂടായ ശേഷം മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇട്ട് കൊടുക്കുമ്പോൾ താനേ സൈഡ് ഇങ്ങനെ പൊങ്ങി 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 ഫുള്ളായിട്ട് വരും. ചിലത് നല്ല ചൂടായി കഴിഞ്ഞാൽ ചിലത് ഇടുമ്പോഴത്തേക്ക് നമ്മൾ ഈ പപ്പടം പൊങ്ങി വരും പോലെ പൊങ്ങി വരും. ഇത് മെല്ലെ മെല്ലെ ഇതേപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. എല്ലാം നമുക്ക് ഇതേപോലെ തന്നെ നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഇത് കഴിക്കാൻ എടുക്കുന്ന സമയത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും. ചില പൂരി നമ്മൾ എടുക്കുമ്പോൾ ഈ പപ്പടം പോലെ പൊട്ടുന്ന പൂരി ഉണ്ടായിരിക്കും. അത് വേറെ രീതിയിലായിട്ട് ഉണ്ടാക്കിയെടുക്കുക. അതിന് നമ്മൾ കോഴിമുട്ടയൊക്കെ ചേർക്കും. പക്ഷേ എനിക്ക് അതിനേക്കാൾ ഇഷ്ടം ഇതാണ്. അപ്പം ഞാൻ ഈ രീതിയിൽ അധികം ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് നല്ല പൊങ്ങി വരുന്ന പൂരി വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഞാൻ ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് തണുത്ത സമയത്ത് കേട്ടോ. അപ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതേപോലെ കിട്ടും. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത്. അതുകൊണ്ട് അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണേ. അപ്പോൾ ടാറ്റാ.